ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളുടെ എക്സാമുകൾ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ഒക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ 6 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതിൽ 5 എണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എഴുതിയാൽ മതി. മക്കളെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ, correct the statements given below by replacing the underlined words alone if found incorrect. അതായത് നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഓരോ സ്റ്റേറ്റ്മെന്റിലെയും അടിവരയിട്ട ഭാഗം മാറ്റിക്കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, എന്താണ് ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? DNA is a double stranded molecule. DNA-യിൽ രണ്ട് ഇഴകൾ ചേർന്നിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് ഇത് DNA എന്ന് പറയുന്നത്. മക്കളെ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, അത് നമുക്കറിയാം, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ നൈട്രജൻ ബേസ് നെയിംലി തൈമിൻ ഈസ് പ്രസന്റ് ഇൻ DNA. DNA-യിൽ കാണപ്പെടുന്ന ഒരു നൈട്രജൻ ബേസ് ആണ് തൈമിൻ എന്ന് പറയുന്നത്. മക്കളെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തേത്, ഇൻ DNA ദ ബേസ് അഡിനിൻ പെയർസ് ഓൺലി വിത്ത് സൈറ്റോസിൻ. DNA-യിൽ അഡിനിൻ എന്ന് പറയുന്നത് സൈറ്റോസിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ആ സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു പ്രശ്നമല്ലേ ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നമുണ്ട്. കാരണം അഡിനിനും സൈറ്റോസിനുമായിട്ടല്ല പെയർ ആവുന്നത്, പകരം ആരുമായിട്ടാണ് മക്കളെ? ഗ്വാനിനും സൈറ്റോസിനുമാണ് പെയർ ആവുന്നത്. ആരൊക്കെയാണ്? ഗ്വാനിനും സൈറ്റോസിനുമാണ് പെയർ ആവുന്നത്. നിങ്ങൾക്കറിയാം, അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ള, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് മക്കളെ? അത് സി ആണ്, സി സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ കറക്റ്റ് ആക്കേണ്ടത്? ഈ ഒരു അണ്ടർലൈൻ ഇട്ട ഭാഗം മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ അവകാശമുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം എങ്ങനെ ചേഞ്ച് ചെയ്യണം? നമ്മൾ അതിനെ ഗ്വാനിൻ എന്ന് ചേഞ്ച് ചെയ്യുക. എങ്ങനെ? ഇൻ DNA ദ ബേസ് ഗ്വാനിൻ പെയർസ് ഓൺലി വിത്ത് സൈറ്റോസിൻ എന്ന് പറയാം. ഗ്വാനിൻ എന്ന് പറയുന്നത് സൈറ്റോസിനുമായിട്ട് മാത്രമേ പെയർ ആവുകയുള്ളൂ എന്നെന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് 1 മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്തത്, ഫൈൻഡ് ദ ഓഡ് വൺ, റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. മക്കളെ, നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ള ചോദ്യം, അതായത് കൂട്ടത്തിൽ പെടാത്തത് ആരാണ്, ബാക്കിയുള്ളവരുടെ പൊതു സ്വഭാവം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസ്, നമ്മുടെ ഉമിനീര് ഉൽപാദനം കുറയുന്നു. പിന്നെ എന്താണ്? ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നു. ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഹാർട്ട് ബീറ്റ് എന്താവുന്നു? കൂടുന്നു. അപ്പോൾ മക്കളെ, 4 സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേക്ക്, 4 ഈ ഒരു സംഭവങ്ങൾ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് എവിടെയാണ് പഠിച്ചത് എന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ഓക്കെ, അപ്പൊ മക്കളെ, ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അതന്നെ ഏതാണ്? ദാ, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. ഏതാണ്? പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ് എന്ന് പറയുന്നതാണ് മക്കളെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ മക്കളെ, എന്തായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ കോമൺ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ബാക്കിയുള്ളവരുടെ ആ ഒരു പൊതു സ്വഭാവം എന്തായിരിക്കും? അതന്നെ, എന്താണ്? ബാക്കിയുള്ളതൊക്കെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ ഓരോ ആക്ഷനുകളാണ്. എന്താണ്? ബാക്കിയുള്ളതൊക്കെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ ഓരോ ആക്ഷനുകളാണ് എന്നുള്ളതാണ് എന്ത്, അവിടുത്തെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സെറ്റ്. മക്കളെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താ മക്കളെ? നമുക്ക് ഇവിടെ 2 പെയറുകൾ തന്നിട്ടുണ്ട്. ഒന്ന് അക്വസ് ദ്രവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നൗറിഷ്മെന്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐസ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? അക്വസ് ദ്രവത്തിന്റെ ധർമ്മം. അതേപോലെ വിട്രിയസ് ദ്രവത്തിന്റെ ധർമ്മം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വിട്രിയസ് ദ്രവത്തിന്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം എഴുതാനുള്ള കാര്യം. മക്കളെ, അത് മാത്രം ഇവിടെ എഴുതിയാൽ പോരാ, അവിടെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതെന്താണ്? മെൻഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പെയേഴ്സ്. നമുക്ക് തന്നിട്ടുള്ള ഈ 2 പെയറുകൾ തമ്മിലുള്ള, നമ്മുടെ അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ അവിടെ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ, ഒന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നൊരു സബ് ക്വസ്റ്റ്യനും ഉണ്ട്.
അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ മക്കളെ? എന്താണ് വിട്രിയസ് ദ്രവത്തിന്റെ ധർമ്മം? യെസ്, എന്താണ്? ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐസ്. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. എന്താണ്? കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ ഈ ഒരു ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ആര് മക്കളെ? നമ്മുടെ വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്തു? നമ്മൾ സെറ്റാക്കി. ഇനി നമ്മുടെ സബ് ക്വസ്റ്റ്യൻ, ഇവർ തമ്മിലുള്ള അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള രണ്ട് പെയറുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐസ് ആൻഡ് ദർ ഫങ്ഷൻസ്. അതായത് നമുക്കിവിടെ തന്നിട്ടുള്ളത് കണ്ണിലെ രണ്ട് ദ്രവങ്ങളും, കണ്ണിൽ കാണുന്ന രണ്ട് ദ്രവങ്ങളും അവയുടെ ധർമ്മവുമാണ് എന്ന് എഴുതി കഴിഞ്ഞാൽ, അവിടെ അവരുടെ ധർമ്മവുമാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടി. അവിടെ ഒരു മാർക്ക് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടി. ആരും എടുത്തുകൊണ്ട് പോകില്ല. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ മക്കളെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 4 പെയറുകൾ തന്നിട്ടുണ്ട്. കാർഡിയോളജി, ന്യൂറോളജി, ENT, ഓങ്കോളജി എന്നൊക്കെ പറഞ്ഞ് 4 പെയറുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള പെയറുകൾ എടുത്തെഴുതാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള 4 പെയറുകളിൽ കറക്റ്റായിട്ടുള്ള 2 പെയർ, അല്ലെ എത്ര പെയറുകളുണ്ടോ അത്രയും പെയറുകൾ എന്ത് ചെയ്യണം? നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ആണല്ലോ. ഓക്കെ മക്കളെ, ഇവിടെ നോക്കി നോക്ക്. കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ന്യൂറോളജി ട്രീറ്റ്മെന്റ് ഓഫ് ഐ. ന്യൂറോളജി എന്ന് പറയുന്നത് കണ്ണിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണോ മക്കളെ? അല്ല. ഇനി ENT എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയാണോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു മേഖലയാണോ? അല്ല. അപ്പൊ അതും തെറ്റ്. ഇനിയുള്ളത് ഏതാ മക്കളെ? നാലാമത്തേത് ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണോ മക്കളെ? അത് ശരിയാണ്. അപ്പൊ 2 എണ്ണം കിട്ടിയല്ലോ. എയും ഡിയും എന്നുള്ളത് കിട്ടിയല്ലോ മക്കളെ. അപ്പൊ എയും ഡി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര പ്ലസ് അര 1 മാർക്ക് കിട്ടി. എത്ര കിട്ടി? അര പ്ലസ് അര 1 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു? അവിടെ കിട്ടി. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഫംഗ്ഷൻ ഓഫ് എത്തിലിൻ. മക്കളെ, നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്തിലിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്തിലിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇതിൽ ഏതാണ് മക്കളെ എത്തിലിന്റെ ഫംഗ്ഷൻ? എത്തിലിന്റെ ഫംഗ്ഷൻ ഏതാണ് മക്കളെ? ഏതാണ്? റിപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് നമ്മുടെ ഇലകളെയും അതുപോലെ തന്നെ കായ്കളെയും ഒക്കെ എന്ത് ചെയ്യുക? പഴുപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ആരുടെ ധർമ്മം മക്കളെ? നമ്മുടെ എത്തിലിന്റെ ധർമ്മം. ആരുടെയാണ്? എത്തിലിന്റെ ധർമ്മം. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ മക്കളെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു മാർക്ക് സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിംറ്റംസ് ഓഫ് എ ഡിസീസ് ഈസ് ഗിവൺ ബിലോ. അതായത് നമുക്കൊരു രോഗലക്ഷണം തന്നിട്ടുണ്ട്. എന്താണ്? നല്ല ശക്തമായ പനിയും അതുപോലെ തന്നെ വിറയലും ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? വിയർപ്പ് കാണുന്നുണ്ട്. മക്കളെ, ഈ ഒരു ലക്ഷണം കാണുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രോഗം എത്തിയിട്ടുണ്ടാവും. ആ രോഗം ഏതാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഏതാണ് ഈ രോഗം? അതിൻ്റെ പേരെഴുതണം. രണ്ടാമത്തെ ചോദ്യം, ഇതിന് കാരണമായിട്ടുള്ള രോഗകാരി ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഏതാണ് ഈ രോഗം മക്കളെ? ഈ രോഗമാണ് മലേറിയ മലമ്പനി എന്ന് പറയുന്നത്. ആരാണ് മക്കളെ? ആരാണ് ഇതിന്റെ രോഗകാരി? ആരാണ് ഇതിന്റെ പാത്തോജൻ? ആരാണ് മക്കളെ? ഇതിന്റെ പാത്തോജൻ ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ആരാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അല്ലേ മക്കളെ? അല്ലേ? സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 1 മാർക്കിന്റെ 6 ചോദ്യങ്ങൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മക്കളെ, ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഹോർമോണും ഫംഗ്ഷനുമായിട്ട് വരുന്ന ഒരു ടേബിൾ ആണ്. ആ ടേബിൾ എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളെ തന്നിട്ടില്ല. ഹോർമോണിന്റെ പേരെന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ വെച്ച് അയാളെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് നോക്കുമ്പോൾ നമുക്ക് ഹോർമോൺ തന്നിട്ടുണ്ട്. അത് അൾഡോസ്റ്റിറോൺ ആണ്. അതിന്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ മക്കളെ, ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. അതായത് മാംസ്യ തന്മാത്രകളിൽ നിന്നും കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ആളാണ് ആര്? ഈ ഒരു എ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ആരായിരിക്കും അയാൾ? ആ ഹോർമോണിന്റെ പേരെന്തായിരിക്കും?
അത് തന്നെ, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ, അത് കോർട്ടിസോൾ ആണ്. ആരാണ്? കോർട്ടിസോൾ ആണ്, കോർട്ടിസോൾ ആണ്, കോർട്ടിസോൾ ആണ്. രണ്ടാമത്തെ ചോദ്യം, അൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താണ് അൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ? മക്കളെ, എന്താണ് അൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ? ഒന്നാമത്തെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ. ഒന്നെന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുക, അതുപോലെ തന്നെ വൃക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ലവണജല ആ ഒരു സാൾട്ട് വാട്ടർ ബാലൻസ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം മക്കളെ? നമ്മുടെ അൾഡോസ്റ്റിറോണിന്റെ ധർമ്മം. അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ത് ചെയ്യുക? ക്രമീകരിക്കുക എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ടു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ് ഇൻ പീ പ്ലാന്റ്സ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഒരു ക്രോസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതായത് ഒരു റൗണ്ട് സീഡിനെയും ഒരു റിങ്കിൾഡ് സീഡിനെയും ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ ഒരു റൗണ്ട് സീഡിനെ കിട്ടി. നമ്മളോട് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് അല്ലീൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തെ ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ? അല്ലീൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തെ, ഈ ഒരു ചിത്രീകരണത്തെ ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഇന്റർഫറൻസ് ഫോർമുലേറ്റഡ് ബൈ മെൻഡൽ ഫ്രം ദിസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്? ഈ ഒരു ഹൈബ്രിഡൈസേഷനിലൂടെ, ഈ ഒരു വർഗസംഘീകരണ പരീക്ഷണത്തിലൂടെ മെൻഡൽ രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരസ്പരം ക്രോസ് ചെയ്യിക്കുന്ന സമയത്ത് മെൻഡൽ അപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള അനലൈസിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, സെറ്റ്. മക്കളെ, ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് പറയാം. നമുക്ക് എന്താണ്? പാരന്റൽ പ്ലാന്റ് ഉണ്ട്. അപ്പൊ റൗണ്ട് സീഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? RR എന്ന് എഴുതാം. അപ്പൊ സ്മോൾ സീഡിനെ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് RR എന്ന് എഴുതാം. സ്മോൾ RR എന്ന് എഴുതാം. മക്കളെ, ഇതിന്റെ അല്ലീൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും മക്കളെ? അത് R ആയിരിക്കും. ഇവിടെ ആരായിരിക്കും? ഗ്യാമീറ്റ് ആരായിരിക്കും? R ആയിരിക്കും, ചെറിയ R ആയിരിക്കും. നമ്മൾ ഇതിനെ ക്രോസ് ചെയ്തു. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടി? RR കിട്ടി, അതായത് റൗണ്ട് സീഡിനെ കിട്ടി. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു മാർക്ക് സെറ്റായി. ഒരു മാർക്ക് എന്ത് ചെയ്തു? സെറ്റായി. ഇനി രണ്ടാമത്തെ ചോദ്യം മക്കളെ, ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മെന്റൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ്. വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അതർ ട്രേറ്റ് റിമെയിൻസ് ഹിഡൻ ഇൻ ദ ഓഫ് സ്പ്രിങ്സ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ. അതായത് രണ്ട് ഘടകങ്ങളുടെ കോമ്പിനേഷനാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ക്യാരക്ടറുകളെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ തലമുറയിൽ ഇതിൽ ഒരു ഗുണം മാത്രമാണ് പ്രകടമാവുന്നത്. അങ്ങനെ പ്രകടമാവുന്നത് ഡൊമിനൻ്റ് ട്രേറ്റ് ആയിരിക്കും. പ്രകടമാവാത്തത് ഏതായിരിക്കും മക്കളെ? അതൊരു റെസസീവ് ട്രേറ്റ് ആയിരിക്കും. ഒന്ന് പ്രകട ഗുണമാണ്, ഒന്നെന്താണ്? ഗുപ്ത ഗുണമാണ്. ഒന്ന് പ്രകടമാവുന്നുണ്ട്, അതാണ് പ്രകട ഗുണം അല്ലെങ്കിൽ ഡൊമിനൻ്റ് ട്രേറ്റ്. പ്രകടമാവാത്തതാണ് ഏത് മക്കളെ? ഗുപ്ത ഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടി? അവിടെയും ഒരു മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ 2 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ എവല്യൂഷനുമായിട്ട്, പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹൗ ഡു ദ പെക്യുലാരിറ്റീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ബീക്സ് ഹെൽപ്പ് ഫിഞ്ചസ് ഇൻ ദ സർവൈവൽ? അതായത് നമ്മുടെ അതിജീവനത്തിൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എവല്യൂഷനിലൊക്കെ എങ്ങനെയാണ് കുരുവികളുടെ കൊക്കുണ്ടല്ലോ, ആ ഒരു ബീക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രക്ചർ ആ ഒരു ബീക്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇവരുടെ അതിജീവനത്തിന് സഹായിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ പരിണാമത്തിൽ വരുന്ന നമ്മുടെ കുരുവികളുടെ കൊക്കുമായിട്ട് ബന്ധപ്പെട്ട, ആ ബീക്സുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സർക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറുകൾ എങ്ങനെയാണ് ഇവരുടെ അതിജീവനത്തിന് സഹായിച്ചിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ, എങ്ങനെയാണ്? ഇൻസെക്ടിവോറസ് ഫിഞ്ചസ് ഹാവ് സ്മോൾ ബീക്ക് ആൻഡ് ദോസ് ദാറ്റ് ഫീഡ് ഓൺ കാക്ടസ് പ്ലാന്റ്സ് ഹാവ് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്. There were also woodpecker finches that used sharp beaks to pick small twigs for feeding on worms from the holes in tree trunk. The ground finches that feed on seeds with large beaks were also present. It's clear that the finches Darwin observed had beaks adapted to their feeding habitat. മക്കളെ, ഒന്നുമില്ല, എന്താണ്?
പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവരൊക്കെ കഴിക്കുന്നത്. ചില മരംകുത്തി പോലുള്ള ആളുകൾ മരത്തിനുള്ളിലുള്ള പുഴുക്കളെയാണ്, ചിലത് കാക്ടസ് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചിലതെന്താണ് ഇൻസെക്റ്റുകളെ, നമ്മുടെ പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള കുറേ എന്തുണ്ട്, പലതരത്തിലുള്ള പല ഭക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവികളാണ്. ഇവരുടെയൊക്കെ കൊക്കുകൾ നോക്കുമ്പം, ആ ഒരു ബീക്സ് നോക്കുമ്പം എന്താണ്, ഇവരൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ബീക്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. അതായത് ഇവരുടെ കൊക്കുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അതിജീവനത്തിന്, ഇവരുടെ സർവൈവലിന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ട്രക്ചർ സഹായിച്ചിട്ടുണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, 2 മാർക്ക് നേടാം. അപ്പോൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, എക്സാമ്പിളായിട്ട് ഈ ഇൻസെക്ടിവോറസ് ഫിഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ കാക്ടസ് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഫിഞ്ചസ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്, ഒരു പ്രശ്നമല്ല, എന്ത് ചെയ്യും, 2 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ. മക്കളെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ, നമുക്കൊരു സിംറ്റംസ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തേത് നല്ല ശക്തമായ പനിയാണ്, രണ്ടാമത്തേത് തലവേദനയാണ്, മൂന്നാമത്തേത് എന്താണ്, മസിൽ പെയിൻ ആണ്, പേശിവേദനയാണ്, പിന്നൊന്നെന്താണ് മക്കളെ, നമ്മുടെ കണ്ണിൽ ഒരു ചുവന്ന നിറം വരിക, കണ്ണിലൊരു റെഡ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കളെ ഒന്നാമത്തെ ചോദ്യം, ഏതാണ് ഈ ഡിസീസ്, എന്താണ് ആ പാത്തോജൻ, ഏതാണ് ആ രോഗകാരി? മക്കളെ ഏതാണ് ആ ഡിസീസ്? ആ ഡിസീസാണ് റാറ്റ് ഫീവർ, അല്ലെങ്കിൽ എലിപ്പനി, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. മക്കളെ ആരാണ് രോഗകാരി, ആരാണ് രോഗം ഉണ്ടാക്കുന്നത്? അത് ലെപ്റ്റോസ്പൈറയാണ്. ആരാണ്? ലെപ്റ്റോസ്പൈറയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് ആ രോഗം? അത് എലിപ്പനിയാണ്, റാറ്റ് ഫീവർ ആണ്. ആരാണ് ആ രോഗത്തിന് കാരണമായിട്ടുള്ളത്? ആരാണ് മക്കളെ? അത് ലെപ്റ്റോസ്പൈറയാണ്. ആരാണ്? ലെപ്റ്റോസ്പൈറയാണ്. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഹൗ ദിസ് പാത്തജൻ അഫക്ട്സ് അവർ ബോഡി, എങ്ങനെയാണ് ഈ ഒരു രോഗകാരി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? ഈ ഒരു രോഗകാരി നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എങ്ങനെയാണ് മക്കളെ? The bacteria that comes out through the urine of rat, dogs and certain other animals remain alive in stagnant water and moisture. When bacteria reach blood through wounds, they affect body cells and produce certain toxins. They cause damages to blood capillaries, which in turn leads to internal bleeding. എന്താണ് മക്കളെ? നമ്മുടെ ശരീരത്തിൽ ഈ റാറ്റിൻ്റെ ഒക്കെ യൂറിനൊക്കെ വഴി എന്ത് ചെയ്യും, ഈ ബാക്ടീരിയകൾ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരൊരു ടോക്സിൻ, ഒരു വിഷവസ്തു ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ആ വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിന്, നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കൊള്ളുകളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ധമനിയിലും സിരയിലും ലോമികളിലൊക്കെ എന്ത് ചെയ്യും, ചില ഡാമേജുകൾ ഉണ്ടാക്കും, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചില അപകടങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചു കാലം കഴിയുമ്പം ആന്തരിക രക്തസ്രാവത്തിന്, ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമാവാമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമാവാമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സെറ്റാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഈ കാര്യം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മാർക്ക് അവിടെയും കിട്ടും. സെറ്റാണല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ, ഓക്കെ. മക്കളെ ഇനി 11ാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. എന്താണ്? സം ടേംസ് റിലേറ്റഡ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ഗിവൺ ബിലോ, എക്സ്പ്ലെയിൻ ഈച്ച് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതായത് 2 ടേം തന്നിട്ടുണ്ട് ജനിതക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട, ഉദാഹരണ സഹിതം അതെന്താണ് എന്ന് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഉദാഹരണ സഹിതം അതെന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. മക്കളെ ഒന്നാമത്തേത് ജനറ്റിക് സിസേഴ്സ് ആണ്, ജനിതക കത്രിക എന്ന് പറയുന്നതാണ്. മക്കളെ എന്താണ് ജനിതക കത്രിക? എൻസൈംസ് ആർ യൂസ്ഡ് ടു കട്ട് ജീൻസ്, അതായത് ജീനുകളെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ജീനുകളെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ് മക്കളെ? എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി വെക്ടേഴ്സ്, അതായത് നമ്മുടെ വെക്ടേഴ്സ് എന്നുള്ളത് കൊണ്ട്, വാഹകർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? A gene from one cell is transferred to another cell by using suitable vectors. Plastids in bacteria are generally used as vectors. അതായത് ഒരു ജീനിനെ ഒരു സെല്ലിലെ ഒരു ജീനിനെ എന്ത് ചെയ്യാൻ, വേറൊരു സെല്ലിലേക്ക് കൈമാറ്റം ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മക്കളെ? നമ്മൾ വാഹകരെ, വെക്ടേഴ്സിനെ ഉപയോഗിക്കുന്നത്. ഒരു സെല്ലിൽ നിന്ന് ഒരു ജീനിനെ വേറൊരു സെല്ലിലേക്ക് കൈമാറ്റം ചെയ്യാൻ, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാഹകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്.
മക്കളെ വെക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ്സ് പറയാം. ആരെ പറയാം? നമ്മുടെ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പ്ലാസ്മിഡ്സിനെ കുറിച്ച് എന്ത് ചെയ്യാം? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പ്ലാസ്മിഡ്സിനെ നമുക്ക് എന്ത് പറയാം? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിളായ ചോദ്യമാണ്. എന്താണ്? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഐഡന്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. അതായത് ഈ ഭാഗം ഏതാണ് എന്ന് എഴുതണം. പിന്നെ എന്താണ് മക്കളെ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 2? 2 എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള 2 എന്ന് പറഞ്ഞ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തിന്റെ ധർമ്മം, ഫംഗ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗം ഏതാണ് മക്കളെ? ഈ ഒരു ഭാഗം ഏതാണ്? അതാണ് മക്കളെ ഏത്? സിനാപ്റ്റിക് നോബ്. ഏതാണ്? സിനാപ്റ്റിക് നോബ്. അറ്റത്തുള്ള മുടുക ഏതാണ്? സിനാപ്റ്റിക് നോബ്. 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഏതാണ് മക്കളെ? അതാണ് ആക്സോൺ. ഏതാണ്? ആക്സോൺ. ഓക്കെ ആണല്ലോ? സെറ്റ്. മക്കളെ, എന്താണ് ആക്സോണിന്റെ ധർമ്മം എന്ന് പറയുന്നത്? അതിന്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് കോശ ശരീരത്തിൽ നിന്ന് സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസസിനെ, ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത് മക്കളെ? ആക്സോണിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആരുടെ ധർമ്മം? ആക്സോണുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. സെറ്റാണല്ലോ മക്കളെ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ സെറ്റ്. മക്കളെ, ഇനി അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. വൺ ഓഫ് ദ ഫ്യൂച്ചർ പ്രോമിസസ് ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ഫാം ആനിമൽസ്. അതായത് നമ്മുടെ ജനിതക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? നമ്മൾ ആനിമൽസിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. നമ്മുടെ ചോദ്യം എന്താണ്? ഹൗ ആനിമൽസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻടു ഫാം ആനിമൽസ്. എങ്ങനെയാണ് ജീവികളെ ഫാം ആനിമൽസ് ആയിട്ട് മാറ്റിയെടുക്കുന്നത്? നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ജനിതക എഞ്ചിനീയറിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരെ നമ്മൾ മാറ്റിയെടുക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, എങ്ങനെയാണ് ഫാം ആനിമൽസിൽ നിന്ന് മെഡിസിൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അവരിൽ നിന്ന് മരുന്നുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഓക്കെ മക്കളെ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ മക്കളെ? Genes responsible for the production of insulin and growth hormones required for humans are inserted into animals like cow and pig etc. transforming them into farm animals. എങ്ങനെയാണ് മക്കളെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഇൻസുലിൻ്റെയോ അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജീനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആനിമൽസിലേക്ക് കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ ആനിമൽസിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഓരോ ജീവികളും ഒരു ഫാം ആനിമലായിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റപ്പെടുന്നത് എന്നാണ് നമുക്ക് വളരെ ബേസിക് ആയിട്ട് പറയാൻ പറ്റുക. എന്താണ്? നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ ജീനുകളെ നമ്മൾ കണ്ടെത്തുകയും ആ ജീനുകളെ നമ്മളൊരു ജീവിയിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ആനിമൽസ് എന്തായിട്ട് മാറുന്നത്? ഫാം ആനിമൽസ് ആയിട്ട് മാറുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, എങ്ങനെയാണ് ഈ മരുന്നിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക? Researchers in this field shows that insert of this medicines can be extracted from the blood or milk of genetically modified animals. അതായത് ജനിതകപരമായിട്ട് മോഡിഫൈ ചെയ്ത മൃഗങ്ങളുടെയൊക്കെ ബ്ലഡ് വഴി അല്ലെങ്കിൽ അവരുടെ പാലിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മരുന്നുകളെ, നമുക്ക് ആവശ്യമുള്ള മരുന്നുകളെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 14ാമത്തെ ചോദ്യം എഗെയിൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇതേതാണ് ഫോട്ടോ റിസപ്റ്റർ? ഇയാളെ തിരിച്ചറിയണം. രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു ഫോട്ടോ റിസപ്റ്ററിലുള്ള ഈ ഒരു പ്രകാശഗ്രാഹിയിലുള്ള വിഷ്വൽ പിഗ്മെന്റ് ഏതാണ്? കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഈ ഒരു പ്രകാശഗ്രാഹിയിലുള്ള ആ ഒരു പിഗ്മെന്റ്, ആ ഒരു വർണ്ണകം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് ഫോട്ടോ റിസപ്റ്റർ ഇൻ എനേബിളിംഗ് വിഷൻ? അതായത് കാഴ്ച പ്രദാനം ചെയ്യുന്നതിൽ ഈ ഒരു ഫോട്ടോ റിസപ്റ്ററിനുള്ള ഈ ഒരു പ്രകാശഗ്രാഹിക്കുള്ള ധർമ്മം എന്താണ്? ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം.
മക്കളെ ഒന്നാമത്തേത് ഏതാണ് ഈ ഫോട്ടോ റിസപ്റ്റർ? ഈ ഫോട്ടോ റിസപ്റ്ററിന്റെ പേരാണ് റോഡ് സെല്ല്. എന്താണ്? റോഡ് സെല്ല്. മക്കളെ നോക്ക്, റോഡ് പോലെ ഇയാളെ പേരാണ് എന്ത്? റോഡ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ഇയാളിൽ കാണപ്പെടുന്ന ആ ഒരു വർണ്ണകം ഏതാണ്? ആ ഒരു വർണ്ണകമാണ് റൊഡോപ്സിൻ. ഏതാണ്? റൊഡോപ്സിൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഇവർ കാഴ്ചയെ സഹായിക്കുന്നത് മക്കളെ? In the presence of light, the pigments present in photoreceptors dissociate. This chemical change lead to the formation of impulse. These impulses are transmitted to the cerebrum through optic nerves and this enables vision. അതായത് എന്താണ്? കാഴ്ച, നമ്മുടെ കണ്ണിൽ പ്രകാശം വരുന്ന സമയത്ത്, പ്രകാശം പതിക്കുന്ന സമയത്ത് ഈ വർണ്ണകങ്ങൾ, ഫോട്ടോ റിസപ്റ്റേഴ്സിലുള്ള വർണ്ണകൾ എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പം, അങ്ങനെ വിഘടിക്കുന്ന സമയത്ത് ആവേഗങ്ങൾ രൂപം കൊള്ളുന്നു, ഇമ്പൾസുകൾ ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസുകൾ, ഈ ആവേഗങ്ങൾ നമ്മുടെ സെറിബ്രത്തിൽ എത്തുകയും അങ്ങനെ നമുക്ക് കാഴ്ച സാധ്യമാവുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അങ്ങനെ നമുക്ക് കാഴ്ച സാധ്യമാവുകയുമാണ് എന്ത് ചെയ്യുന്നത്. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ്. മക്കളെ 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ മക്കളെ? നമുക്കൊരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. അതായത് ഓരോ ശരീരം, ഇപ്പം നമ്മുടെ ബാക്ടീരിയ ആണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ രൂപഘടനയിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ എന്തുണ്ട്? വളരെ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി 3 പോയിന്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താ? എൻസൈംസ് കൺട്രോൾ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷനുകൾ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോഴും ആരാണ്? എൻസൈമുകളാണ്. അത് നമ്മുടെ ബാക്ടീരിയയുടെ ബോഡി നോക്കിക്കഴിഞ്ഞാലും ഹ്യൂമൻസിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എന്താണ്? ഒരേപോലെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ മക്കളെ? എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ATP മോളിക്യൂൾസ്. ATP മോളിക്യൂൾസിലാണ് എന്തിനെ സ്റ്റോർ ചെയ്യുന്നത്? ഊർജ്ജത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ജീൻസ് ഡിറ്റർമൈൻ ഹെറിഡിറ്ററി ട്രേറ്റ്സ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കുന്ന പാരമ്പര്യ ഘടകങ്ങളെ തീരുമാനിക്കുന്നത് ആരാണ് മക്കളെ? അത് ജീനുകളാണ്. ജീനുകളാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ആർ ദ ബേസിക് സബ്സ്റ്റൻസ്. നമ്മുടെയൊക്കെ രൂപഘടനയിലുള്ള അല്ലെങ്കിൽ രൂപീകരണത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ മക്കളെ? അത് കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ ഒന്ന് പ്രോട്ടീൻ ആണ്, പിന്നെ ഒന്ന് എന്താണ്? ഫാറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് എന്ത്? നമ്മുടെയൊക്കെ രൂപഘടനയിലുള്ള അല്ലെങ്കിൽ രൂപീകരണത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, 16ാമത്തെ ചോദ്യം നമുക്കൊരു ചിത്രം എഗെയിൻ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഇത് ഏത് സെൽ ക്ലസ്റ്റർ ആണ്? ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു ഇമേജ് ഏത് കൂട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തേത്, AB എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏത് സെല്ലുകളാണ്? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ആക്ഷൻസ് ഓഫ് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ആസ് B? നമ്മളിവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സെല്ലുകൾ ഏതൊക്കെയോ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണുകളുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്? ആ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ മക്കളെ, ഏതാണ് ഈ സെൽ കൂട്ടം? ഈ ഒരു കൂട്ടം ഏതാണ്? ഈ സെൽ ക്ലസ്റ്റർ ഏതാണ് മക്കളെ? ഈ സെൽ ക്ലസ്റ്ററിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ എയും ബിയും ഏതാണ് മക്കളെ? എ എന്ന് പറയുന്നത് ആൽഫ സെൽസ് ആണ്, ബി എന്ന് പറയുന്നത് ബീറ്റ സെൽസ് ആണ്. ഏതാണ്? എ എന്ന് പറയുന്നത് ആൽഫ സെൽസ് ആണ്, ബി എന്ന് പറയുന്നത് ബീറ്റ സെൽസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, എന്താണ് മക്കളെ ഈ ഒരു ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യുക? സെല്ലുലാർ അപ്ടേക്ക് ചെയ്യുക. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക. മസിൽസിലും ലിവറിലും, നമ്മുടെ കരളിലും നമ്മുടെ മസിൽസിലും, പേശികളിലും കരളിലും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് മോളിക്യൂളുകളെ സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് ആരുടെ ധർമ്മം മക്കളെ? നമ്മുടെ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുടെ ധർമ്മം എന്ന് പറയുന്നത്, ആക്ഷൻസ് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, ഇനിയുള്ള എന്താണ്? ജീൻ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പലതവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ കുറേ ഡിസോർഡർ ആയിട്ട് എന്ത് ചെയ്യും? ജീൻ ആക്ഷനെ തരും, അതിനെ കൃത്യമായിട്ടുള്ള ഓർഡർ ആക്കാൻ പറയും. മക്കളെ, ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം നടക്കുന്ന ഫംഗ്ഷൻ എന്താണ് മക്കളെ? ആദ്യം നടക്കുന്ന ഫംഗ്ഷൻ എന്താണ്?
ആദ്യം നടക്കുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? പറയൂ. ഒന്നാമത്തെ ഫംഗ്ഷൻ DNA-യിൽ നിന്ന് mRNA ഫോം ആവും. ഏതാണ്? DNA-യിൽ നിന്ന് mRNA ഫോം ആവും. അതിനുശേഷം mRNA ന്യൂക്ലിയസിന് പുറത്തെത്തും. അതിനുശേഷം mRNA റൈബോസോമിലെത്തും. എവിടെയാണ്? mRNA റൈബോസോമിലെത്തും. അതിനുശേഷം എന്ത് ചെയ്യും? tRNA ട്രാൻസ്ഫർ RNA പലതരത്തിലുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കും. tRNA നമ്മുടെ റൈബോസോമിലെത്തിക്കും. അതിനുശേഷം mRNA-യിലുള്ള വിവരങ്ങളനുസരിച്ച് പലതരത്തിലുള്ള അമിനോ ആസിഡുകൾ എന്ത് ചെയ്യും? കൂടിച്ചേരും. പലതരത്തിലുള്ള അമിനോ ആസിഡുകൾ കൂടിച്ചേരും. ഏറ്റവും അവസാനം എന്ത് സംഭവിക്കുന്നു? പ്രോട്ടീനുകൾ രൂപപ്പെടുന്നു. സെറ്റാണല്ലോ മക്കളെ? പ്രശ്നമൊന്നുമില്ലല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സെറ്റാണല്ലോ? ഓക്കെ മക്കളെ, 18ാമത്തെ ചോദ്യം എഗെയിൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം 1, 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? 1 എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ് മക്കളെ? 1 എന്ന് അടയാളപ്പെടുത്തിയത് ഓവൽ വിൻഡോയാണ്. നമ്മുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ കോക്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് ആണ്. അപ്പോൾ 1 എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ്? അത് ഓവൽ വിൻഡോയാണ്. 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ് മക്കളെ? അത് റൗണ്ട് വിൻഡോ ആണ്. 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് റൗണ്ട് വിൻഡോ ആണ്. നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. 1, 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മക്കളെ ഓവൽ വിൻഡോയുടെ ധർമ്മം? എന്താണ്? ഒന്ന്, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഇന്നർ ഇയറിലേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ അസ്ഥികളുടെ ആ ഒരു കമ്പനത്തെ, ഇയർ ഓസിക്കിൾസിന്റെ വൈബ്രേഷൻ എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഇന്നർ ഇയറിലേക്ക് നമ്മുടെ ഇയർ ഓസിക്കിൾസിന്റെ വൈബ്രേഷൻ എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം മക്കളെ? ഓവൽ വിൻഡോയുടെ ധർമ്മം. അപ്പോൾ റൗണ്ട് വിൻഡോയുടെ ധർമ്മം എന്താണ്? നമ്മുടെ കോക്ലിയയ്ക്കുള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യുക? സഹായിക്കുക. കോക്ലിയയ്ക്കുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ചലനത്തെ സഹായിക്കുക എന്നുള്ളതാണ് മക്കളെ ആരുടെ ധർമ്മം? റൗണ്ട് വിൻഡോയുടെ ധർമ്മം എന്ന് പറയുന്നത്. ആരുടെ ധർമ്മം? റൗണ്ട് വിൻഡോയുടെ ധർമ്മം എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? ഓക്കെ മക്കളെ, 19ാമത്തെ ചോദ്യം എന്താണ്? യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് ഹാസ് contributed a lot to the progress of the agricultural sector. Justify the statement. എന്താണ് മക്കളെ? കൃത്രിമമായിട്ടുള്ള ഹോർമോണുകൾ കാർഷിക മേഖലയുടെ വികസനത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്റ് തന്നിട്ടുണ്ട്. അവിടെ ഓക്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, ജിബർലിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, അബ്സസിക് ആസിഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം. മക്കളെ, ഓക്സിൻ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഓക്സിൻസിന്റെ ധർമ്മം എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ പാകമാവാതെ നിലത്ത് വീണു പോകുന്നത്, പാകമാകാതെ കൊഴിയുന്നത് എന്ത് ചെയ്യുന്നു? തടയുന്നുണ്ട്. ആരാണ് തടയുന്നത്? ഓക്സിൻസ് ആണ് തടയുന്നത്. അതുപോലെ തന്നെ കളനാശിനിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേര് വരാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് വേരുകൾ വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ജിബർലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, നമ്മുടെ മുന്തിരിയുടെയും ആപ്പിളിന്റെയും ഒക്കെ വലിപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിൽ വിൽക്കേണ്ടതായതുകൊണ്ട് പെട്ടെന്ന് പഴുത്ത് നാശമാവുന്നത് തടയാൻ വേണ്ടിയിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? ജിബർലിനെ ഉപയോഗിക്കുന്നുണ്ട്. അബ്സസിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, ഒരേ സമയം വിളവെടുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര് മക്കളെ? അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ഒരേ സമയം വിളവെടുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര് മക്കളെ? അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, 20ാമത്തെ ചോദ്യം ഫാഗോസൈറ്റോസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഈ ഒരു ഡിഫൻസ് ആക്ടിവിറ്റിയുടെ പേരെഴുതാനാണ്. എന്താണ് മക്കളെ? ഫാഗോസൈറ്റോസിസ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു ഡിഫൻസ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ ശ്വേതരക്താണുക്കൾ ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് മക്കളെ? അത് മോണോസൈറ്റ് ഉണ്ട്, ന്യൂട്രോഫിൽസ് ഉണ്ട്, ഫാഗോസൈറ്റ്സ് ഉണ്ട്. മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫാഗോസൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ മോണോസൈറ്റുകളും ന്യൂട്രോഫിൽസും ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫാഗോസൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത്.
മൂന്നാമത്തെ ചോദ്യം എന്താണ് മക്കളെ? ലൈസോസൈമിന്റെ ധർമ്മം എന്താണ്? ഈ ഒരു പ്രവർത്തനത്തിൽ, ഈ ഒരു പ്രതിരോധ പ്രവർത്തനത്തിൽ ലൈസോസോമിന്റെ പ്രവർത്തനം എന്താണ് മക്കളെ? ലൈസോസോം എന്ത് ചെയ്യുന്നു? മെംബ്രെയിൻ സാക്കുമായിട്ട് ആ ഒരു സ്തരസഞ്ചിയുമായിട്ട് ചേരുന്നു. അങ്ങനെ സ്തരസഞ്ചിയുമായിട്ട് ചേരുമ്പോൾ ആ ലൈസോസോമിനുള്ളിലുള്ള എൻസൈമുകൾ, രാസാഗ്നികൾ എന്ത് ചെയ്യുന്നു? ഈ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ലൈസോസോമിനുള്ളിലുള്ള രാസാഗ്നികൾ, എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? ഈ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 21ാമത്തെ ചോദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ബ്രെയിനിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ചിത്രം പകർത്തി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ തന്നിട്ടുള്ള 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഏതാ മക്കളെ? ദ പാർട്ട് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പുനഃപ്രസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ് മക്കളെ? അത് ഇയാളാണ്. ഇയാളുടെ പേരാണെന്ത്? തലാമസ് എന്ന് പറയുന്നത്. എന്താണ്? തലാമസ്. രണ്ടാമത്തേത് ദ പാർട്ട് ദാറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് മക്കളെ? അത് സെറിബെല്ലമാണ്. മൂന്നാമത്തേത് ദ പാർട്ട് ദാറ്റ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഇക്വിലിബ്രിയം പാലിക്കുന്ന, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ് മക്കളെ? അത് സെറിബ്രമാണ്. സെറ്റാണല്ലോ? ഓക്കെ മക്കളെ, 22ാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താണ് ആന്റിബയോട്ടിക്? Medicines that are extracted from microorganisms like bacteria and fungi and used to destroy bacteria are called antibiotics. അതായത് ബാക്ടീരിയയിൽ നിന്നും ഫംഗസുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. മക്കളെ, കുറെ കാലം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ കുറെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ? എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ്? ഒന്ന്, രോഗാണുക്കൾക്ക് ഈ ഒരു ആന്റിബയോട്ടിക്സിനെതിരെ പ്രതിരോധശേഷി കൈവരും. 2, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കും. 3, നമ്മുടെ ശരീരത്തിലെ ചില വിറ്റമിൻസിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ, ഇനി പറഞ്ഞിട്ടുള്ളത് 23ാമത്തെ ചോദ്യം ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ്. മക്കളെ, എന്താണ് ഫാറ്റി ലിവർ? ഡിപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ. നമ്മുടെ കരളിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കാരണമാണ്. എന്താണ്? ഡിക്രീസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. അതായത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തധമനികളുടെ ആ ഒരു വ്യാസം കുറയുന്നതിനെ നമ്മൾ എന്ത് പേരിൽ പറയുന്നു മക്കളെ? അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. എന്താണ്? അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. മക്കളെ, അടുത്തത് എന്താണ്? ഹാർട്ട് അറ്റാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പടിയുകയും അങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. മക്കളെ, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഇത് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ സ്ട്രോക്ക്? rupture of blood vessels in the brain, block of blood flow, പിന്നെ എന്താണ്? റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിലുള്ള രക്തധമനികൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയോ ചെയ്യുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? സ്ട്രോക്ക്, പക്ഷാഘാതം സംഭവിക്കുന്നത്. സെറ്റാണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ മക്കളെ, ബയോളജിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയൊരു സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയും. നിങ്ങൾ റിവിഷൻ ചെയ്ത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് പലതവണ വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക, ഏറ്റവും സൂപ്പറായിട്ട് പഠിക്കുക. കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടണം. എല്ലാ വിഷയങ്ങളിലും
A+ നേടണം. ഫുൾ A+ഓടെ നമുക്ക് എന്ത് ചെയ്യണം? SLC അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് പാസ്സാവണം. സെറ്റാണല്ലോ? എല്ലാവരും സെറ്റാണല്ലോ? അടിച്ചു പൊളിക്കല്ലോ? ഓക്കെ. അപ്പോൾ മക്കളെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്, താങ്ക് യു.